അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. ബലിപെരുന്നാൾ ദിവസത്തിലെ പ്രധാനപ്പെട്ട ചില സുന്നത്തുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊന്നാമത്തത് ഈദ്ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പ് നന്നായി കുളിക്കുക. ഫജ്റിന് ശേഷം കുളിക്കലാണ് ഏറ്റവും ഖൈർ. രണ്ടാമത്തത് സുഗന്ധം പുരട്ടുക. സ്ത്രീകൾ ഒഴികെ പുതിയ വസ്ത്രം ധരിക്കുകയും ഭംഗിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യുക. സ്ത്രീകൾ സുഗന്ധം പുരട്ടി പുറത്തേക്ക് പോകരുത്. മൂന്നാമത്തത് ഉളുഹിയത്തുള്ള ആളുകളാണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാതെ പോവുകയും ശേഷം ഉളുഹിയത്തിൽ നിന്ന് അറുത്തതിന് ശേഷം അതിൽ നിന്ന് കഴിക്കുകയും ചെയ്യുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അല്ലാത്തവർക്ക് നേരത്തെ കഴിച്ചു പോകുന്നതിൽ തെറ്റില്ല. നാലാമത്തത് മുസല്ലയിലേക്ക് പോകുമ്പോൾ തക്ബീറുകൾ ചൊല്ലുക. വഴികളിലൂടെ ഒക്കെ തക്ബീറുകൾ ചൊല്ലുക. ഇമാം നമസ്കാരം തുടങ്ങുന്നത് വരെ മുസല്ലയിലിരുന്നു കൊണ്ടും തക്ബീറുകൾ ചൊല്ലേണ്ടതാണ്. അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. അഞ്ചാമത്തത് ആർത്തവകാരികളടക്കം ഈദ്ഗാഹിലേക്ക് പുറപ്പെടണം. അവർ നമസ്കരിക്കാതിരിക്കുക. പക്ഷേ ആർത്തവകാരികളടക്കം കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും ഈദ്ഗാഹിലേക്ക് പുറപ്പെടലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യ. ആറാമത്തത് പെരുന്നാൾ ദിവസവും അതിനുശേഷം അയ്യാമുത്ത് തശ്രീക്ക് തീരുന്നത് വരെ നമസ്കാര ശേഷമൊക്കെ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. യൗമു അറഫയുടെ ദിവസം ഫജ്ർ മുതൽക്ക് തന്നെ അത് തുടങ്ങണം. അയ്യാമുത്ത് തശ്രീക്ക് തീരുന്നത് വരെ തക്ബീറുകൾ ഓരോ നമസ്കാര ശേഷവും ചൊല്ലൽ സ്വഹാബികളുടെ ചര്യയിൽ പെട്ടതാണ്. ഏഴാമത്തത് പെരുന്നാൾ ആശംസകൾ കൈമാറുക. കൂട്ടത്തിൽ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥന നമ്മൾ മറന്നു പോകരുത്. എട്ടാമത്തത് നമ്മുടെ ഉളുഹിയത്തിൽ നമ്മൾ ഭാഗവാക്കാവുകയും സാധിക്കുമെങ്കിൽ നാം തന്നെ അറക്കുകയും അതിൽ നിന്ന് കഴിക്കുകയും പാവങ്ങൾക്ക് നൽകുകയും ചെയ്യുക. പാവങ്ങൾക്ക് നൽകുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒമ്പതാമത്തത് വരുന്നതും പോകുന്നതുമൊക്കെ വ്യത്യസ്ത വഴികളിലൂടെയാവുക. അഥവാ ഈദ്ഗാഹിലേക്ക് വരുന്നതും പോകുന്നതും കൂടുതൽ ആളുകളെ കാണാനും അവർക്ക് ആശംസകൾ നേരാനും സലാം പറയാനും സ്നേഹബന്ധം പുതുക്കാനും അത് കാരണമായി തീരും. പത്താമത്തത് പെരുന്നാൾ ദിവസം പ്രത്യേകം സദക്ക ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിവസം ഈദ്ഗാഹിൽ വന്നവരോട് വരെ പ്രത്യേകം സദക്ക സ്വീകരിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം.